ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഓംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രം ഒരു വീഡിയോ ആയിട്ട് എന്താ ചെയ്യുന്നത് എന്ന്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഓംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ്, ഓംസ് ലോ എന്ന് പറഞ്ഞ ഹെഡിങ് തന്നിട്ടുണ്ട്, കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വി ഈസിക്കൽ ടു IR. ഈ ഫോർമുലേനെയാണ് നമ്മൾ പറയുന്നത് ഓംസ് ലോ ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇത് വെച്ച് തന്നെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കും. പിന്നെന്താണ് R ഈസിക്കൽ ടു V/I. ആദ്യത്തെ ഫോർമുല നമ്മൾ മാറ്റി എഴുതിയതാണ്, വേറൊന്നുമില്ല. ഈ R എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. V എന്ന് പറയുമ്പോൾ എന്താണ്, വോൾട്ടേജ് ആണ്. I എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് ആണ്. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഓം എന്നാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ ഒരു ഓം എന്ന് പറയുമ്പോൾ എന്താണ്, 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംപിയർ ആയിരിക്കും. മുന്നത്തെ ഫോർമുല നമ്മൾ നോക്കിയാൽ മതി. അതിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓമിൻ്റെ യൂണിറ്റ് ഇങ്ങനെ വരും, 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 ആംപിയർ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്, ഇഫ് റെസിസ്റ്റൻസ് ഈസ് ഹാഫ്ഡ് ദ കറണ്ട് ഈസ് ഡബിൾഡ്. അതായത് നമ്മൾ റെസിസ്റ്റൻസ് പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ കറണ്ട് എന്താവും, ഇരട്ടിയാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റർ എന്താണെന്ന് നോക്കാം. റെസിസ്റ്റർ എന്താണ്, എ കമ്പോണൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇലക്ട്രിക് കറണ്ട് ഈസ് നോൺ ആസ് റെസിസ്റ്റർ. അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് രണ്ടാമതൊരു പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കുക. പിന്നെന്താണ്, മെറ്റീരിയൽ തന്നിട്ടുണ്ട്, നിക്രോം. ഒരു റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവണം, അതായത് കറണ്ടിനെ കടത്തി വിടരുത്, പിടിച്ചു വെക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഏതാണ്, നിക്രോം ആണ്. നമ്മൾ ഹീറ്റിംഗ് കോയിലിനും അതേപോലെ തന്നെ ഹീറ്ററിനൊക്കെ ഉപയോഗിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന കോയിലായിരിക്കും. അതേപോലെ തന്നെ അയൺ ബോക്സ്, ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അതിനെന്താണ്, നല്ല റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കി നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്, റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് 2022 ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം റെസിസ്റ്റിവിറ്റി എന്താണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഒരു കണ്ടക്ടറിന് യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം, അതേപോലെ തന്നെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം. അതായത് യൂണിറ്റ് ഏരിയ ആയിരിക്കണം. അതിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, ഓം മീറ്റർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്, പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ഓൺലി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ. അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. പിന്നെന്താണ്, ഇത് ചേഞ്ച് ആകുന്നത് എപ്പോഴാണ്, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം വരുമ്പോൾ മാത്രമാണ് റെസിസ്റ്റിവിറ്റി മാറുകയുള്ളൂ. അതായത് നിക്രോമിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും, അതേപോലെ തന്നെ അലൂമിനിയത്തിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അങ്ങനെ ഓരോ മെറ്റീരിയൽസിനും ഓരോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഇത് മാറുന്നത് എങ്ങനെയാണ്, ടെമ്പറേച്ചർ മാറുമ്പോൾ മാത്രമാണ് റെസിസ്റ്റിവിറ്റി മാറുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, R ഈസ് പ്രപ്പോർഷണൽ ടു L/A. നമുക്ക് നോക്കാം, R ഈസ് പ്രപ്പോർഷണൽ ടു L/A. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്, R ഈസ് പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. അതേപോലെ തന്നെ R ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ.
അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെങ്ത് കൂടും. അല്ലെങ്കിൽ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. പിന്നെ അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഇവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഏരിയ കുറയണമല്ലോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ ഏരിയ കുറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ലെങ്ത് എന്താണ്? റെസിസ്റ്റൻസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ ഏരിയ റെസിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് മെറ്റീരിയൽ. മെറ്റീരിയലിനനുസരിച്ച് റെസിസ്റ്റൻസ് വ്യത്യാസം വരും. നിക്കോമിന് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, അലൂമിനിയത്തിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും, കോപ്പറിന് തീരെയും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ വയറിങ്ങിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കൂടും കണ്ടക്ടറിൻ്റെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സീരീസ് കോമ്പിനേഷൻ എന്നുണ്ട്. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യും, അതിൻ്റെ ബാക്കിൽ വേറൊന്ന് കണക്ട് ചെയ്യും, ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് സീരീസ് കോമ്പിനേഷൻ എന്ന്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? R1, R2, R3. ഇതിനൊരു ഫോർമുല ഇവിടെ തന്നിട്ടുണ്ടല്ലോ. R = R1 + R2 + R3. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ റെസിസ്റ്റൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. പിന്നെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ? പാരലൽ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ താഴെ ഒന്ന്, ഒന്നിൻ്റെ താഴെ ഒന്ന്, ഒന്നിൻ്റെ താഴെ ഒന്ന് എന്നുള്ള രീതിയിൽ ഞാൻ വരച്ച് കാണിക്കാം. ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇതെല്ലാം കൂടെ ഇങ്ങനെ ജോയിനായിട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ എങ്ങനെയാണ് ഫോർമുല വരിക? 1/R എന്ന് വരും. 1/R എന്ന് പറയുമ്പോൾ എന്താണ്? 1/R1 + 1/R2 + 1/R3 എന്ന് വരും. ഇതാണ് പാരലൽ കോമ്പിനേഷനിൽ വരുമ്പോഴുള്ള ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ് നമുക്കൊരു ചാർട്ടായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പവറിൻ്റെ ഫോർമുല ഏതൊക്കെയാണ് വരിക? പവർ = V² / R വരും, I × V വരും, R × I² വരും. ഇതിലേതെങ്കിലും ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പവർ കണ്ടുപിടിക്കാം. പിന്നെ വോൾട്ടേജിനാണെങ്കിലോ V = IR, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ അല്ലെങ്കിൽ P/I എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ √P × R ഉപയോഗിക്കാം. ഇത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. V = IR നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ കറണ്ടിനുള്ള ഫോർമുല ഉണ്ട്, √P/R ഉണ്ട്, P/V ഉണ്ട്, V/R ഉണ്ട്. പിന്നെന്താണ്? റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഏതൊക്കെയാണ് വരുന്നത്? V/I വരുന്നുണ്ട്, P/I² വരുന്നുണ്ട്, V² / P വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യനായിട്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. നമുക്ക് പോയിന്റ് എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്? റെസിസ്റ്റർ ഫസ്റ്റ് 3 ohm എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ തന്നിട്ടുണ്ട്. അത് സീരീസ് ആയിട്ട് വേറൊരു 3 ohm എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കണക്ട് ചെയ്തില്ലേ? അപ്പോൾ അത് സീരീസ് കോമ്പിനേഷനാണ്. ഇതിനെ നമുക്ക് ഒറ്റൊരു റെസിസ്റ്റൻസ് ആക്കി മാറ്റണം. അതെങ്ങനെ മാറ്റും? സീരീസ് ആകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടാൻ. അപ്പോൾ R = R1 + R2. R1 എത്രയാണ്? 3 ohm, R2 3 ohm തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ 6 ohm വരും. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കാം.
അതെന്തായി ഒറ്റൊരു റെസിസ്റ്റർ ആയല്ലോ. അപ്പോൾ 6 ഓമിൽ ഒരു റെസിസ്റ്ററായി, മുകളിലത്തെ 2 റെസിസ്റ്ററും കൂടി, പിന്നെ താഴെ 3 ഓമിൻ്റെ ഒരു റെസിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്, ഇത് രണ്ടും പാരലൽ കണക്ഷൻ ആയല്ലോ. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? 1/R. 1/R എന്ന് പറയുമ്പോൾ 1/R1 + 1/R2. അപ്പോൾ R1 എന്ന് പറയുമ്പോൾ നമുക്ക് 6 ആയിട്ട് എടുക്കുക, R2 എന്ന് പറയുമ്പോൾ 3 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/6 + 2/6. അപ്പോൾ 3/6 ആണ് 1/Rൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 6/3 അല്ലേ. 6/3 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 ഓമാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഗിവൺ ബിലോ. ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓംസ് ലോൻ്റെ ഫോർമുല അറിയാലോ, V = IR. ഇപ്പോൾ ഇവിടെ 2 റെസിസ്റ്റർ തന്നിട്ടുണ്ട്, രണ്ടും എന്താണ്? സീരീസ് കണക്ഷനിലാണ് തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വോൾട്ടേജ് എത്രയാണ്? 4 വോൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമ്മൾ ഈ 2 റെസിസ്റ്റൻസും കൂടെ ടോട്ടൽ എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ് ടോട്ടൽ വരിക? സീരീസ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ R = R1 + R2, അതായത് 2 + 2 വരും. 2 + 2 എന്ന് പറയുമ്പോൾ 4 ഓം വരുന്നില്ലേ ടോട്ടൽ റെസിസ്റ്റൻസ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോർമുല അറിയാം, V = IR. ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിച്ചൂടെ? കറണ്ട് I = എന്താണ്? V/R അല്ലേ. വിൻ്റെ വാല്യൂ എത്രയാണ്? 4 വോൾട്ട്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 4 ഓം. 4/4 എന്ന് പറയുമ്പോൾ 1 ആംപിയർ അല്ലേ വരിക. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അപ്പോൾ 1 ആംപിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയഗ്രം ഒന്നും തന്നിട്ടില്ല, പ്രോബ്ലം ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 2 resistors of 4 ohm each are connected in parallel to a 5-volt battery source. The total current in the circuit. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കറണ്ട്, അതായത് I ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? V = IR എന്ന് പറയുന്ന ഫോർമുല എഴുതണം. ഓംസ് ലോൻ്റെ ഫോർമുല V = IR. ഇവിടെ എത്ര റെസിസ്റ്ററാണ് തന്നിട്ടുള്ളത്? 4 ഓമിൻ്റെ 2 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ഷൻ? പാരലൽ കണക്ഷനാണ്. പിന്നെ 5 വോൾട്ട് സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വരയ്ക്കാം ഡയഗ്രാം. പാരലൽ കണക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെന്താണ്? 5 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് 4 ഓമല്ല വരുന്നത്, ഇവിടെ 4 ഓം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കറണ്ട്. അതിൻ്റെ പിന്നെ നമുക്കിവിടെ റെസിസ്റ്റൻസ് പാരലലായിട്ടാണ് തന്നിട്ടുള്ളത്, അതിനെ ഒറ്റൊരു റെസിസ്റ്ററാക്കി മാറ്റണം. അതായത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? പാരലൽ കണക്ഷൻ ആകുമ്പോൾ 1/R എന്നല്ല ഫോർമുല വരിക. 1/R = 1/R1 + 1/R2. R1 എത്രയാണ്? 4. R2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്തൂടെ? 2/4 അല്ലേ വരിക 1/R. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 4/2. 4/2 എന്ന് പറയുമ്പോൾ 2 ഓം വരും ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ്. ഇനി എന്താണ്? നമുക്ക് ഡയറക്റ്റ് ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. I = V/R എന്നല്ലേ. I V/R. വിൻ്റെ വാല്യൂ എത്രയാണ്? 5 വോൾട്ട്.
ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ 5/2 എന്ന് പറയുമ്പോൾ 2.5 വരിക. 2.5 കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. അപ്പോൾ 2.5 ആംബിയർ വരും. അതേതാണ് ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ കറണ്ട് ഓഫ് 2.5 മില്ലി ആംബിയർ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഹാവിംഗ് റെസിസ്റ്റൻസ് 2 ഓം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ് ഓഫ് ദി കണ്ടക്ടർ ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് വി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫോർമുല അറിയാലോ. ഓംസ് ലോൻ്റെ ഫോർമുല എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമുക്ക് ഫസ്റ്റ് അതെടുത്ത് എഴുതാം. വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് തന്നെയാണ്. പിന്നെ ഇവിടെ കറണ്ട് എത്രയാണ് തന്നുള്ളത്? 2.5 മില്ലി ആംബിയർ. 2.5 മില്ലി ആംബിയർ ആണ് കറണ്ട് വരുന്നത്. പിന്നെന്താണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2 ഓം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തൂടെ? 2.5 മില്ലി ആംബിയർ ആണ് കറണ്ട് വരുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 2 ഓമും വരുന്നുണ്ട്. അപ്പോൾ 2.5 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 അല്ലേ? 5. വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? വോൾട്ട് അല്ലേ വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, കറണ്ട് മില്ലി ആംബിയർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരിക? മില്ലി വോൾട്ട് വരും. മില്ലി വോൾട്ട്. 5 മില്ലി വോൾട്ട് എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? 1ാമത്തെ ഓപ്ഷൻ അല്ലേ കറക്റ്റ്? അതെ, 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 5 മില്ലി വോൾട്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ കറണ്ട് ഓഫ് 5 ആംബിയർ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഹാവിംഗ് റെസിസ്റ്റൻസ് 2 ഓം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ വോൾട്ട് അക്രോസ് ദ എൻഡ് ഓഫ് കണ്ടക്ടർ ഈസ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോൾട്ടേജ് ആണ്. ഫോർമുല അറിയാം. എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ആർ. വി ഈസ് ഈക്വൽ ടു ഐ ആർ. കറണ്ട് എത്രയാണ്? 5 ആംബിയർ എന്ന് തന്നിട്ടുണ്ട്. 5 ആംബിയർ. പിന്നെ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 2 ഓം വരുന്നുണ്ട്. അപ്പോൾ 2 വരും. 5 × 2 എന്ന് പറയുമ്പോൾ 10 വോൾട്ടാണ് കറണ്ട് വരുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 റെസിസ്റ്റർ ഓഫ് 9 ഓം ഈച്ച് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. 3 റെസിസ്റ്റർ, 9 ഓമുള്ള 3 റെസിസ്റ്റർ പാരലായി കണക്ട് ചെയ്തു. നമുക്കൊന്ന് വരച്ച് നോക്കാം. 1, 2, 3 പാരലായിട്ടാണ് കണക്ഷൻ വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദെയർ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്. അതായത് ടോട്ടൽ എത്ര റെസിസ്റ്റൻസ് ആണ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വരുവാന്ന്. അപ്പോൾ ഇവിടെ കണക്ഷൻ എങ്ങനെയാണ്? പാരലൽ കണക്ഷനാണ്. അപ്പോൾ 1/R ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാം എത്രയാണ്? 9 ഓമാണ് വരുന്നത്. 9 ഓമാണ് എല്ലാ റെസിസ്റ്ററും വരുന്നത്. 9 ഓം, 9 ഓം. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? 1/R ഈസ് ഈക്വൽ ടു 1/9 + 1/9 + 1/9. അപ്പോൾ എത്രയാണ് വരിക? 3/9 വരുമല്ലോ. 1/R ആണ് 3/9 വരുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 9/3. 9/3 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ് വരിക. അപ്പോൾ 3 ഓമാണ് ഇക്വാലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 റെസിസ്റ്റേഴ്സ് എ ആൻഡ് ബി ഹാവ് റെസിസ്റ്റൻസ് 5 ഓം ആൻഡ് 10 ഓം റെസ്പെക്റ്റീവ്ലി. ഇഫ് ദേ
are connected in series to a voltage source 5 volt. The ratio of power developed in resistor A to that of power developed in resistor B will be. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പവറിൻ്റെ ഫോർമുലയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന്. രണ്ട് റെസിസ്റ്റർ ഉണ്ട്. രണ്ടും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് കണക്ഷനാണ്. അപ്പം നമുക്ക് വരയ്ക്കാം. റെസിസ്റ്റർ എ വരും, അതെത്രയാണ്? 5 ഓം അല്ലേ. റെസിസ്റ്റർ ബി ആണെങ്കിലോ 10 ഓം വരുന്നുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടേക്കാണ്? 5 വോൾട്ട് പവർ സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 5 വോൾട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? കറണ്ട് കണ്ടുപിടിക്കുക ഈ സർക്യൂട്ടിലെ. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ R=R1 + R2 എന്ന് പറയുമ്പോൾ 5 + 10 15 വരുമല്ലോ. 15 ഓമാണ് ടോട്ടലായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെന്താണ്? വോൾട്ടേജ് 5 വോൾട്ട് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം, V = IR. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? I കണ്ടുപിടിക്കാമല്ലോ. I = V/R വരും. വിൻ്റെ വാല്യൂ എത്രയാണ്? 5 വോൾട്ട്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 15. അപ്പോൾ 5 ഒരു വട്ടം പോകും. ഇവിടെ എത്ര വട്ടം പോകും? 3 വട്ടം പോകൂലേ. അപ്പോൾ 1/3 ആംബിയർ ആണ് കറണ്ട് വരിക. ഇനി നമുക്ക് അടുത്തെന്ത് കണ്ടുപിടിക്കണം? പവർ കണ്ടുപിടിക്കണം. ഓരോ റെസിസ്റ്ററിലും ഡെവലപ്പ് ചെയ്യുന്ന പവർ. അപ്പോൾ പവറിൻ്റെ ഫോർമുല നമുക്ക് ഏത് ഉപയോഗിക്കും? ഇവിടെ I² × R എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. R × I². അപ്പം നമുക്ക് ഓരോന്നിൻ്റെ പവറായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് എ എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ പവർ കണ്ടുപിടിക്കാം. അതെത്രയാണ് വരിക? ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5 ഓം. അതേപോലെ തന്നെ കറണ്ട് എത്രയാണ്? 1/3 ആംബിയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1/3 സ്ക്വയർ ചെയ്യണമല്ലോ. അപ്പോൾ എത്രയാണ് വരിക? 5 × 1/9 വരുമല്ലോ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റർ ബി റെസിസ്റ്ററിൻ്റെ പവറും കണ്ടുപിടിക്കുക. PB എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 × 1/3 ആംബിയർ തന്നെയാണ് കറണ്ട് വരിക. 1/3 സ്ക്വയർ ചെയ്യണമല്ലോ. സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 1/9 വരും. 10 × 1/9 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? PA = PB ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പവർ ഓഫ് ഫസ്റ്റ് റെസിസ്റ്റർ ഈസ് പവർ ഓഫ് സെക്കൻഡ് റെസിസ്റ്റർ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് രണ്ടിൻ്റെ കിട്ടി. രണ്ടും റേഷ്യോ ഒക്കെ എഴുതിയാൽ മതി. 5 × 1/9 വരും. 10 × 1/9 വരും. 1/9 രണ്ടിലും ഉണ്ട്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എത്രയാണ്? 5/10. അതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 1/2 അല്ലെങ്കിൽ എങ്ങനെ വരും? 1:2 എന്ന് വരും. 1:2 എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നില്ലേ? രണ്ടാമത്തെ ഓപ്ഷനാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണ്? നമുക്ക് നോക്കാം. നമുക്കറിയാം V = IR. അതാണ് ഓംസ് ലോൻ്റെ ഫോർമുല. അപ്പോൾ R എന്താവും? R = V/I അല്ലേ. V/I. വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് വരും. പിന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ വരും. ഈ വോൾട്ട് ബൈ ആംബിയർ എന്ന് പറയുന്നതാണ് ഓം.
അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ വരിക? നോക്കി നോക്കുക ഇവിടെ. വോൾട്ട് ഡിവൈഡഡ് ബൈ ആംബിയർ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഗീവ് ദ കറണ്ട് ആൻഡ് ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻ റെസ്പെക്റ്റീവ് ഓർഡർ. നമുക്കിവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ടും കണ്ടുപിടിക്കണം, ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അതായത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നതെന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? കറണ്ട് കണ്ടുപിടിച്ചാലോ? കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഫോർമുല അറിയാം. ബി ഈസ് ഈക്വൽ ടു ഐ ആർ, ഓംസ് ലോൻ്റെ ഫോർമുല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് എല്ലാം സീരീസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് മൊത്തമായിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത് അത് കണ്ടുപിടിക്കണം. സീരീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാലോ. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4, 4 റെസിസ്റ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. 2 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 3, 2 4 6, 3 3 6, 6 6 എത്രയാണ്? 12. അപ്പോൾ 12 ഓമാണ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് വരുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 12 ഓം വരുന്ന 2 ഓപ്ഷനുകളുണ്ട്. രണ്ടാമത്തെയും വരുന്നുണ്ട്, നാലാമത്തെയും വരുന്നുണ്ട്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? വി എന്ന് പറയുമ്പോൾ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 12. അപ്പോൾ 6 എത്ര വട്ടം പോകും? 1 വട്ടം പോകും. 1/2. 12ൽ 2 വട്ടം 6 പോകുമല്ലോ. അപ്പോൾ 1/2 കിട്ടും. അതായത് 0.5 ആംബിയർ ആണ് കറണ്ട് ഉണ്ടാവുക. അതേതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്ന നേരം? നാലാമത്തെ ഓപ്ഷൻ അല്ലേ? 0.5 ആംബിയറും 12 ഓമും. നാലാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 റെസിസ്റ്റൻസ് R1 and R2 are connected in parallel. Their equivalent resistance is. അതായത് 2 റെസിസ്റ്റർ പാരലലായി കണക്ട് ചെയ്തു. അതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. പാരലൽ അല്ലേ? അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 1/R ഈസ് ഇക്വൽ ടു 1/R1 പ്ലസ് 1/R2 അല്ലേ? നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പം എങ്ങനെ വരും? R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 വരുമല്ലോ. അതാണ് 1/R. നമുക്ക് വേണ്ടത് ആറിൻ്റെ കാര്യമല്ലേ? അപ്പോൾ ഇതിൻ്റെ നേരെ തല തിരിച്ചെടുത്താൽ മതി. R ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇതാണ് എക്സ്പ്രഷൻ വരിക. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതേതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.